ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കില്ലേ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയൊരൈറ്റാണ് കേട്ടോ. നല്ല ഡെസേർട്ടായിട്ട് വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലനായിട്ടാട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു ബൈറ്റ് കഴിച്ചാലുണ്ടല്ലോ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും പൊളി സാധനമാണ്. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ പറയണ്ട, ബാക്കിയാവുന്ന കാര്യമേ നോക്കണ്ട കേട്ടോ. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് സേമിയ വേണം കേട്ടോ. വളരെ നേരിയ സേമിയ എടുക്കുന്നുണ്ട്, അത്രയും നല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ മിൽക്ക് മെയ്ഡിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ വളരെ നേരിയ, അതായത് വളരെ തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. 1.5 കപ്പ്. അത് നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മളിതാ പൊടിച്ചു വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ 1.5 കപ്പ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്താൽ മാത്രമേ സേമിയ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വറുന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുള്ളൂ. ഇത് കറക്റ്റ് മധുരം കേട്ടോ. എന്നിട്ട് ഇതാ ഈ മിൽക്ക് മെയ്ഡും സേമിയയും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സേമിയ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫോമിലാണ് നമ്മുടെ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിത് ചെയ്തെടുക്കുന്നത് സമൂസ ഷീറ്റിലാണ് കേട്ടോ. ബാക്കി വന്ന സമൂസ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയേ നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 ഷീറ്റാണ് എടുത്തിട്ടുള്ളത് സമൂസൻ്റെ. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് സേമിയ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നേർങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഷീറ്റിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ മൈദ മാവ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആ 2 സൈഡ് ഉണ്ടല്ലോ, ആ 2 സൈഡും ഉൾവശാക്കിയിട്ട് നമ്മളിത് മൈദ മാവിനെ കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കാണ്ടിരിക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ഷീറ്റ്സും നമുക്കിതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ 10 ഷീറ്റ് എടുത്തിട്ടുണ്ട്, 20 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ പകുതി ആക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ തന്നെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്കൊരു ഫ്രൈ പാനിൽ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ പൊരിക്കുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് ഹൈയിലൊന്നും ഇടരുത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്ക് കരിഞ്ഞ ഒരു ഭാഗം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളറെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 50 ഗ്രാം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പിസ്ത പൊടിച്ചതാണ്. അപ്പോൾ ഒരു 50 ഗ്രാം പിസ്ത ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്ത ഉള്ളതുകൊണ്ടാണ് പിസ്ത എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കിട്ടുമല്ലോ. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ.
ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഒരു പിസ്തൻ്റെ പൊടിച്ച് വെച്ചിട്ടില്ലേ, അതിലൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റോൾ ഇവിടെ റെഡിയായി. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ പാർട്ടികളൊക്കെ അല്ലെങ്കിൽ മംഗളത്തിൻ്റെ തക്കാരത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ അടിപൊളി. നമ്മൾ തന്നെ ഇതാരം ഉണ്ടാക്കിയെന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അതിൽ ഉറപ്പാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല മിൽക്ക് മെയ്ഡും മറ്റേ സേമിയത്തിൻ്റെ ആ ഒരു മിക്സും അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ് വേർഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.